കുറച്ചു നേരമായി വന്നിട്ട്. അവരെ മമ്മിയുണ്ടോ കൂടെ? ഇല്ല. ക്ലാരനെ വിളിച്ചിരുന്നോ? ചേട്ടൻ വിളിച്ചതാ. അവര് മാത്രല്ല, വേറൊരാളും കൂടെ ഉണ്ട്. അതാരാ? ജൂഹിന്റെ ബ്രദറും വന്നിട്ടുണ്ട്, ക്രിസ്റ്റി. ഈശ്വരാ, ആ പിശാചുണ്ടവിടെ. ശോ, വരണ്ടില്ലായിരുന്നു. വേറൊരാളും കൂടെ ഉണ്ടല്ലോ. അതാരാ? എല്ലാവർക്കും അറിയുന്ന ആളാ, ഞാനിപ്പോ പറയത്തില്ല. ശോ, ഇവള് സച്ചേട്ടന്റെ കാര്യമായിരിക്കും പറയുന്നേ. സർപ്രൈസ് പൊളിയോ? ആര് പറഞ്ഞാലും കുഴപ്പമില്ല, ആവണേച്ചി പറയരുത്. അനക്കെന്താ വട്ടായ പാറു? നീ എന്തൊക്കെ പിച്ചും പേയും പറയുന്നേ? ഒന്നുമില്ല. അല്ല ചിന്നൂസേ, പിള്ളാരെ മാത്രമല്ല ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളൂ പരിപാടിക്ക്. അതെ. പിന്നെ ചിന്നൂസിന് അതില് പുതിയ ഉടുപ്പുണ്ട്, അത് ഇട്ടേച്ചു വാ. അമ്മേ, അമ്മേ. നിങ്ങൾ വന്നോ? എന്താ അവിടെ തന്നെ നിന്നേ? നിങ്ങൾ വന്നിട്ടേ ഡ്രസ് ചേഞ്ച് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു നിൽക്കാ ഇവിടെ ഒരാള്. എത്ര പറഞ്ഞിട്ടും കേക്കണ്ടേ? അമ്മ ഇതൊന്ന് നോക്കിക്കേ. ഇതൊക്കെ എന്താ? ഇതെനിക്ക് പിറന്നാൾ സമ്മാനം തന്നതാ. എന്തിനാ മക്കളെ ഇതൊക്കെ വാങ്ങിച്ചേ? അല്ല, ലച്ചെന്തേ? ചേച്ചിക്ക് ചെറുതായി തലവേദന, അപ്പോ അത് മാറിയിട്ട് വരാന്ന് പറഞ്ഞ്. എന്നാ മക്കളെ കയറിയിരിക്കി. ചിന്നു, അവര് വന്നല്ലോ, ഇനി വേഗം പോയി ഡ്രസ് മാറ്. അമ്മേ, ഞാനീ ഇവര് കൊണ്ടുവന്ന ഡ്രസ് ഇട്ടോട്ടെ? ഇട്ടോ. ഈവ, നിങ്ങൾ അകത്തേക്ക് വാ. ഞാൻ ഡ്രസ് മാറിയേച്ച് ഇപ്പൊ വരാം. ശരി. എടി പാത്തു, ക്ലാരയും ജൂഹി എന്തിനാ വന്നതറിയോ? എത്താ ജിവളെ പറയുന്നേ? ബർത്ത്ഡേ ഫംഗ്ഷന് വന്നതല്ലേ? എന്റെ ഈശ്വരാ, ഇങ്ങനെ ഒരു പൊട്ടത്തി. ചിന്നന്റെ ബർത്ത്ഡേ കൊളാക്കാൻ എന്തേലും പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. എന്തിനാപ്പ ചെറുക്കുന്നേ? ജിപ്പ കണ്ടെത്തിയ കാര്യപ്പ. നിന്നോട് പറയാൻ ഞാനില്ല. പിണങ്ങല്ലേ പാറുസേ? സോറി എടി. പാറുസേ, ഡി പാറു. എന്താടി? നീ അങ്ങോട്ടൊന്ന് നോക്കിക്കേ. ആരൊക്കെയായി വരുന്നേ? നമ്മളെ കണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്, മൈൻഡ് ചെയ്യണ്ട. ഹായ് തുമ്പി. ദേവു, എന്തൊക്കെയുണ്ട് വിശേഷം? തുമ്പി വാ, നമുക്ക് അങ്ങോട്ട് പോവാ. ഇവർക്ക് എന്ത് പറ്റി? വേറെന്ത് പറ്റാന്? ക്ലാരനോട് ജൂഹിനോട് സംസാരിക്കുന്നത് കണ്ടില്ലേ? അത് മതിയല്ലോ. അവരെ മെയിൻ ശത്രുക്കളല്ലേ. ഹായ് തുമ്പി. ഹായ് ദേവോ. ഈ പിശാചിനെ ആരെ ക്ഷണിച്ചേ? ക്ലാരനെ വിളിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ കൂടെ വന്നതാവും. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ഒന്നുമില്ല. എന്നെ മനസ്സിലായില്ലേ? മനസ്സിലാവാതെക്കാൻ ഞങ്ങൾക്ക് ഓർമ്മക്കുറവൊന്നുമില്ലല്ലോ. ആള് വിചാരിച്ച പോലല്ല, നല്ല തമാശക്കാരിയാണല്ലോ. അത് ജെയ്സൺ അല്ലേ? അതേടാ. അവനെന്താ തുമ്പിയോട് പറയുന്നേ? അറിയില്ല, നമുക്ക് പോയി നോക്കാം. തുമ്പി ഈ ഡ്രസ്സിലെ അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. നന്ദു വരുന്നുണ്ടല്ലോ, അഭിനയിച്ചേക്കാം. അല്ല, ജെയ്സൺ വന്നിട്ട് കുറെ നേരായോ? ഇവക്ക് ഇതെന്ത് പറ്റി പെട്ടെന്നൊരു സ്നേഹം? ഇല്ല, നിങ്ങൾ വരുന്നതിന്റെ കുറച്ചു മുമ്പ് വന്നിട്ടുള്ളൂ. തുമ്പി, ഞാനിപ്പോ വരാവേ. അഭിനയിച്ച് എന്നെ വിളിക്കുന്നുണ്ട്. ശരി. അവള് പോയി. എന്ത്? ഒന്നുമില്ല. തുമ്പി ഇപ്പൊ ഫ്രീ ആണെങ്കിൽ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. അതിനിപ്പോ എന്താ? പറഞ്ഞോ. അവനെന്തായിരിക്കും പറയാ? അവനെന്ത് പറയാ, ഇഷ്ടാന്നേക്കാരം. എടാ, അങ്ങനെ പറയൂ? ഞാൻ അവളെ കാര്യല്ല പറഞ്ഞേ, അവനങ്ങനെ പറയുന്ന ഉറപ്പാ. അവന് ഇപ്പോഴും പണ്ടത്തെ പോലെ തുമ്പിയെ ഇഷ്ടാ. അത് നിനക്കും അറിയാവുന്നതല്ലേ. അല്ല, എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞേ? അത് പിന്നെ ഞാൻ എങ്ങനെയാ പറയാ? എന്ത് പറ്റി? പറ. ഞാൻ ഇത് പറയുമ്പോ എന്നോട് മിണ്ടാതൊക്കെ ഒന്നും ചെയ്യരുത്. പിന്നെ എനിക്കൊരു ആൻസർ തരും വേണം. ആദ്യം പറ, എങ്കിലല്ലേ എനിക്ക് ആൻസർ തരാൻ പറ്റൂ. അത് പിന്നെ തുമ്പി, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടാ. ഇത് തന്നെ പറയാൻ വന്നെന്ന് എനിക്കറിയാമായിരുന്നു. നന്ദ് കാണുന്നുണ്ടല്ലോ ഇതെല്ലാം. കുറച്ച് ഞാനും അഭിനയിച്ചേക്കാം. നന്ദ് എപ്പോഴും ജൂഹിന്റെ കൂടെയല്ലേ. നീ എന്താ ഒന്നും പറയാത്തേ? അത് പിന്നെ പെട്ടെന്ന് കേട്ടപ്പോ. അതെങ്ങനെ പെട്ടെന്നാവും തുമ്പി? ഞാൻ നിന്നോട് മുമ്പ് പറഞ്ഞതല്ലേ. ഇപ്പോഴും എനിക്ക് അത് തന്നെ പറയാനുള്ളത്. ഇപ്പോ എനിക്കതിന് ഒരു ആൻസർ വേണം. അതിപ്പോ പെട്ടെന്ന് ചോദിച്ചാ ഞാൻ എന്താ പറയാ? ഞാനൊന്ന് ആലോചിക്കട്ടെ. അത് മതി. ഞാൻ എന്തായി കേൾക്കുന്നേ? തുമ്പി നിന്നോട് ഇഷ്ടമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. എന്നാലും ഒരെന്നാലുമില്ല, അവക്ക് നിന്നെ ഇഷ്ടം കാണത്തില്ല, അത്ര തന്നെ. ഞാൻ വീട്ടിൽ പോവാ. എന്തിനെ? ഒരു സുഖല്ലടാ, ഞാൻ വീട്ടിൽ പോവാ. നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ. അവളെ എസ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അവനോട്. എന്നാലും ആലോചിക്കട്ടെ എന്ന് പറഞ്ഞില്ലേ. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല അങ്ങനെ ഒരു വാക്ക് അവളേന്ന് വരുന്നേ. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. നീ പോയാ പിന്നെ എനിക്ക് ആരോ ഉള്ളേ? അബു ആണെങ്കി വന്നിട്ടില്ല, ഞാൻ പോസ്റ്റ് ആവും. ഇല്ലടാ, ഞാൻ വീട്ടിൽ പോവാ. അബു ഇല്ലല്ലോ, എന്തോ പോലെ. പിന്നെ ദേവും പാറും ആരെങ്കിലും ചോദിച്ചാ പറഞ്ഞാളാ ഞാൻ പോയി എന്ന്. തലവേദനയെ മറ്റോ പറഞ്ഞാളാ. അവൻ പോയല്ലോ. കുറച്ചു കഴിഞ്ഞാ അബു വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവനെയും കൂട്ടി വരാൻ പറയണം. ഹലോ ജെയ്സൺ, അറിയോ? അറിയാതെ പിന്നെ എത്രയായി കണ്ടിട്ട്? അല്ല, ക്രിസ്റ്റി വരില്ലേ? അവനിപ്പോ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ, അതാ അവൻ വരുന്നു. ക്രിസ്റ്റി ഇവിടെ. ഉണ്ണിക്കുട്ടാ, നന്ദു എവിടെ? അവനെന്തിനാ നിനക്ക്? അവൻ എവിടെയെന്ന് പറ. അവൻ പോയി. എങ്ങോട്ട്?
അവൻ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്കോ? എന്തിന്? എന്തെങ്കിലും മറന്നു വെച്ചതാണോ? അതെടുക്കാൻ പോയതാണോ? അല്ല, അവനെന്തോ തലവേദനയാണെന്ന് പറഞ്ഞു പോയി. അപ്പോ അവൻ ഇനി വരത്തില്ലേ? അതൊന്നും അറിയില്ല. എന്നാ ശരി തുമ്പി. ഇനിയിപ്പോ ഞാൻ പറഞ്ഞത് കേട്ടിട്ടാണോ അവൻ പോയേ?